എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ച SCERT ചാപ്റ്റേഴ്സും ഇംഗ്ലീഷും കറണ്ട് അഫയേഴ്സും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എക്സാം വീഡിയോയാണിത്. അപ്പോൾ എല്ലാവരും ഒരു പേപ്പറൊക്കെ എടുത്ത് വെച്ച് പേപ്പറും പേനയും എടുത്ത് വെച്ചിട്ട് ആൻസർ ചെയ്ത് പോകാം കേട്ടോ. എന്നിട്ട് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ലാസ്റ്റ് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം 5ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ആയിരുന്ന ഭക്ഷണവും മനുഷ്യരും അല്ലേ, ആ ചാപ്റ്റർ നമ്മൾ പഠിച്ചു. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ്. നോക്കി, ഞാനിത് കൂടുതലായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആക്കിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് എടുത്തിരിക്കുന്നത്. നേരിട്ട് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലാവുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഡിഗ്രി ലെവലിലൊക്കെ യൂസ്ഫുള്ളായിരിക്കും. നോക്കാം. മനുഷ്യൻ്റെ ഭക്ഷണ രീതികളുടെ ചരിത്രത്തെയും കൃഷിയെയും സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഓക്കെ, ഒന്നാമത്തേത് എന്താണ്? മനുഷ്യൻ്റെ ഭക്ഷണ രീതികളുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് പാചകത്തിന് തീ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇനി, ആദ്യകാല മനുഷ്യർ പ്രാഥമികമായി കൃഷി ആരംഭിച്ചത് ഇടതൂർന്ന വനപ്രദേശങ്ങളിലാണ്. ഇപ്പോൾ രണ്ട് പ്രസ്താവനകളാണ് നമ്മളോട് തന്നിട്ടുള്ളത്. ഇനി മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആലോചിച്ച് നോക്കൂ, ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? തീ ഉപയോഗിക്കാൻ തുടങ്ങിയത് കറക്റ്റാണല്ലേ. ഇനി നോക്കി, കൃഷി ആരംഭിച്ചത് ഇടതൂർന്ന വനപ്രദേശങ്ങളിലാണ് എന്നാണ് പറയുന്നത്. അത് ശരിയാണോ? അത് ശരിയല്ല. വനങ്ങളിലല്ല, അവരെവിടെയായിരുന്നു? നദീതീരങ്ങളിലായിരുന്നു അല്ലേ. നദീതടങ്ങളിലാണ് ആദ്യകാല മനുഷ്യ പ്രധാനമായും കൃഷി ആരംഭിച്ചത്. അപ്പോൾ ഏത് ഓപ്ഷനാണ് വരിക? ഒന്ന് മാത്രം ശരി എന്നതാണ് വരുന്നത്. ഓക്കെ, അടുത്ത മുതൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാം കേട്ടോ ഞാൻ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ആൻസർ നോക്കണേ. ഇനി, വിവിധ പ്രദേശങ്ങളിലെ ആളുകൾ തമ്മിൽ നടത്തിയിരുന്ന വിഭവങ്ങളുടെ കൈമാറ്റത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? തീരപ്രദേശങ്ങളിലെ ആളുകൾ ഉണക്കമീനും ഉപ്പും മറ്റുള്ളവർക്ക് നൽകി കൈമാറ്റം ചെയ്തു. ഓക്കെ, ഇനി വനപ്രദേശങ്ങളിൽ താമസിച്ചിരുന്നവർ കാർഷിക ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായും കൈമാറ്റം ചെയ്തത്. ഇനി, സമതലങ്ങളിൽ താമസിക്കുന്ന ആളുകൾ മറ്റുള്ളവരുമായി കാർഷിക ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്തു. ഇതിൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇതാണ് കോഡ്. ഏതൊക്കെയാണ് അപ്പോൾ ശരിയായിട്ടുള്ള 3 പ്രസ്താവനകൾ? ശരിയായിട്ടുള്ളത് ഏതാണ്? ആൻസർ എല്ലാവരും രേഖപ്പെടുത്തിയേ. ഓക്കെ, പറഞ്ഞോട്ടെ. ഏതാണ്? ഒന്നാമത്തെ എന്താണ്? തീരപ്രദേശങ്ങളിലെ ആളുകൾ ഉണക്കമീനും ഉപ്പും മറ്റുള്ളവർക്ക് നൽകി. ശരിയല്ലേ? അത് കറക്റ്റാണ്. ഇനി, വനപ്രദേശങ്ങളിൽ താമസിച്ചിരുന്നവർ കാർഷിക ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായും കൈമാറ്റം ചെയ്തത്. അത് ശരിയാണോ? അത് തെറ്റാണല്ലേ. അവിടെ പെട്ടെന്ന് നിങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങളല്ല കേട്ടോ, അതിലേക്ക് പോകരുത്. എന്താണ്? വനവിഭവങ്ങളാണ് കൈമാറ്റം ചെയ്തത്. ഇനി, സമതലങ്ങളിൽ താമസിച്ചിരുന്ന ആളുകൾ മറ്റുള്ളവരുമായി കാർഷിക ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്തു. അത് ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി, 1, 3 എന്നിവ ശരിയാണ്. 3ാമത്തെ ചോദ്യം, കേരളത്തിലെ സാമൂഹിക ചരിത്രവുമായി ബന്ധപ്പെട്ട മിശ്രഭോജനം എന്ന സംരംഭത്തെക്കുറിച്ചുള്ള ഈ പ്രസ്താവനകൾ വായിക്കുക. കേരളത്തിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയ്ക്കും സാമൂഹിക അസമത്വങ്ങൾക്കും എതിരെ നടന്ന പോരാട്ടമായിരുന്നു മിശ്രഭോജനം. ഈ ചരിത്രപ്രസിദ്ധമായ സംരംഭത്തിന് നേതൃത്വം നൽകിയത് സഹോദരൻ അയ്യപ്പനായിരുന്നു. 1917 മെയ് 29 എറണാകുളം ജില്ലയിലെ ചെറായിയിലാണ് ഇത് സംഘടിപ്പിക്കപ്പെട്ടത്. 3 പ്രസ്താവന അല്ലേ. ഇനി, മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ് ശരിയായിട്ടുള്ളത്? നോക്കി, ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? എല്ലാം ശരിയാണല്ലേ. കേരളത്തിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയ്ക്കും സാമൂഹിക അസമത്വങ്ങൾക്കും എതിരെ നടന്ന പോരാട്ടമായിരുന്നു മിശ്രഭോജനം. ഈ ചരിത്രപ്രസിദ്ധമായ സംരംഭത്തിന് നേതൃത്വം നൽകിയത് സഹോദരൻ അയ്യപ്പനായിരുന്നു എന്നാണ് 1917 മെയ് 29 എറണാകുളം ജില്ലയിലെ ചെറായിൽ. അപ്പോൾ ആൻസർ വരുന്നത് എന്തായിരിക്കും? 1, 2, 3 എന്നിവയെല്ലാം ശരി. അടുത്തത്, ബംഗാൾ ക്ഷാമത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. ബംഗാൾ ക്ഷാമം കേട്ടോ. 1943 ബംഗാൾ ക്ഷാമകാലത്ത് ഭക്ഷ്യപ്രതിസന്ധിക്ക് കാരണമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റ്. ക്ഷാമം ബാധിക്കുന്നതിന് മുമ്പ് ബംഗാളിലെ ഭൂരിഭാഗം ജനങ്ങളുടെയും പ്രധാന ഉപജീവന മാർഗം തുണി നിർമ്മാണമായിരുന്നു. ഇതിലെന്താ ചോദിച്ചിരിക്കുന്നത്? ശരിയായിട്ടുള്ള അല്ലേ. മേൽപ്പറഞ്ഞ പ്രസ്താവനകൾ ഏതാണ് ശരിയായിട്ടുള്ളത്? ഏതാണ്? ഒന്നാമത്തെ ശരിയാ അല്ലേ. ബംഗാളിൽ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റ് കാരണമാണ് ഭക്ഷ്യപ്രതിസന്ധി ഉണ്ടായത്. ഇനി, രണ്ടാമത് നോക്കി, തുണി വ്യവസായം അല്ലെ, തുണി നിർമ്മാണമായിരുന്നോ? അല്ല. ബംഗാളിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം എന്തായിരുന്നു? കൃഷിയായിരുന്നു. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ആൻസർ വരുന്നത് 1 മാത്രം ശരി. 5ാമത്തെ ചോദ്യം,
ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവന പരിശോധിക്കുക. ഇന്ത്യയിൽ എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2013 ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം കൊണ്ടുവന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയും ഇറക്കുമതിയും നിയന്ത്രിക്കുക മാത്രമാണ് ഈ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്നാണ് ശരിയായിട്ടുള്ളത്. ശ്രദ്ധിച്ച് വായിക്കണം. ഏതാണ് നമുക്ക് നോക്കാം അല്ലേ. ഇവിടെ നമ്മളോട് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവനയിൽ ഇന്ത്യയിൽ എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2013 ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം കൊണ്ടുവന്നതെന്ന് പറയുന്നു. അത് ശരിയാണല്ലേ. ഇനിയോ, അന്താരാഷ്ട്ര തലത്തിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയും ഇറക്കുമതിയും നിയന്ത്രിക്കുക മാത്രമാണ് ഈ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നു. ആണോ? അല്ല. എന്താണ് ഈ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്? എന്താണ്? രാജ്യത്തെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക് കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കി ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ്. അപ്പോൾ ഇതിൽ ഏതാ വരിക? ഒന്ന് മാത്രം ശരി അല്ലേ. ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്തത്, മനുഷ്യൻ്റെ ഭക്ഷണ രീതികളുടെ ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ല് ഏതാണ്? വേട്ടയാടാൻ പഠിക്കുന്നു, വളർത്തുമൃഗങ്ങൾ, പാചകത്തിന് തീ ഉപയോഗിക്കുന്നത്, കാർഷിക ഉപകരണങ്ങൾ കണ്ടുപിടിക്കുക. നമുക്കറിയാം അല്ലേ, നമ്മൾ ഏറ്റവും ആദ്യമുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിൽ കണ്ടത് തന്നെയാണല്ലേ. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി, പാചകത്തിന് തീ ഉപയോഗിക്കുന്നത്. ഇനി, മനുഷ്യൻ ആദ്യമായി വളർത്തിയ മൃഗം ഏതാണ്? ഇണക്കി വളർത്തിയ മൃഗം നായ അല്ലേ, നായയാണ്. ഇനി, കൃഷിയുടെ വ്യാപനത്തോടെ മനുഷ്യ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത്? വേട്ടയാടൽ പ്രവർത്തനങ്ങളുടെ വർധനവ്, നാടോടികളായ ജീവിതശൈലി കൂടുതൽ പ്രചാരത്തിലായി, ഭക്ഷണത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി കൂടുതൽ മൃഗങ്ങളെ വളർത്തൽ, ഭക്ഷ്യ ഉൽപ്പാദനം കുറയുന്നു. എന്താണ്? കൃഷിയുടെ വ്യാപനത്തോടെ ഭക്ഷണത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി കൂടുതൽ മൃഗങ്ങളെ ഇണക്കി വളർത്തുകയല്ലേ ചെയ്തത്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഇനി, ആദ്യകാല മനുഷ്യർ പ്രാഥമികമായി കൃഷി ആരംഭിച്ചത് എവിടെയാണ്? ഇത് നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായതാണല്ലേ. എവിടെയാണ്? ഇടതൂർന്ന വനങ്ങളിൽ, നദീതീരങ്ങളിൽ, മരുഭൂമികളിൽ, പർവ്വത ചെരിവുകളിൽ. എവിടെയാണ്? നദീതീരങ്ങളിൽ. ഇനി, കേരളത്തിലെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് സാമൂഹിക അസമത്വത്തിൻ്റെ പ്രാഥമിക കാരണം എന്തായിരുന്നു? സാമ്പത്തിക അസമത്വം, വിദ്യാഭ്യാസ വ്യത്യാസങ്ങൾ, ജാതി വ്യവസ്ഥ, ഭൂമിശാസ്ത്രപരമായ ഒറ്റപ്പെടൽ. ഏതാണ്? സാമൂഹിക അസമത്വത്തിൻ്റെ പ്രാഥമിക കാരണം ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ, ജാതി വ്യവസ്ഥയാണ്. ക്ഷാമം ബാധിച്ച ബംഗാൾ ജനതയുടെ പ്രധാന ഉപജീവന മാർഗം എന്തായിരുന്നു? ഏതായിരുന്നു? കൃഷിയായിരുന്നല്ലേ. ഇത് നമ്മൾ കണ്ടതാണ്. ഓരോ ചാപ്റ്റർ വൈസ് ആണ് കേട്ടോ. ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് അടുത്ത ചാപ്റ്റർ മധ്യകാല ഇന്ത്യയാണ്. ഇനി അങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇനി, 1943 ക്ഷാമകാലത്ത് ബംഗാളിലെ ഭക്ഷ്യപ്രതിസന്ധിക്ക് കാരണമായ പ്രകൃതി ദുരന്തം ഏതാണ്? ശക്തമായ കൊടുങ്കാറ്റല്ലേ. ഓപ്ഷൻ ബി. അത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലേക്ക് വരുന്നത് അല്ലേ. നമുക്ക് അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ വരുമ്പോൾ നമുക്ക് ആ എലിമിനേഷൻ ടെക്നിക്ക് ഉണ്ടെങ്കിൽ, എപ്പോഴും പറയുന്ന പോലെ തന്നെ എലിമിനേഷൻ ടെക്നിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. ഇതെല്ലാവരും വർക്കൗട്ട് ചെയ്യണേ, വെറുതെ കേട്ട് പോകരുത്. ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾ ആൻസർ നോക്കണം കേട്ടോ. അടുത്തത്, ഇന്ത്യയിൽ 2013 ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ ലക്ഷ്യം എന്താണ്? അന്താരാഷ്ട്ര വ്യാപാരം പ്രോത്സാഹിപ്പിക്കുക, എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക, ഭക്ഷ്യ കയറ്റുമതി വർദ്ധിപ്പിക്കുക, ഭക്ഷ്യ ഇറക്കുമതി കുറയ്ക്കുക. ഏതാണ്? ഓപ്ഷൻ ബി അല്ലേ, എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക. പിന്നെ 13 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ, ഭക്ഷണവും മനുഷ്യരും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് എടുത്തത്. ഓക്കെ. ഇനി അടുത്തത് മധ്യകാല ഇന്ത്യ. ഓക്കെ. മധ്യകാല ഇന്ത്യയിൽ ആദ്യം മാച്ച് ദ ഫോളോയിങ് ആണ്. ആദ്യം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ, അതായത് പട്ടിക എ ഒന്ന് വായിച്ചു പോവാം അല്ലേ. ഇത് 2 സ്ലൈഡായിട്ടായിരുന്നു, അതുകൊണ്ടാണ്. ആദ്യം കൊണാർക്കിലെ സൂര്യക്ഷേത്രം, എല്ലോറ ഗുഹകൾ, ഹംപി, റാണി കി വാവ്, സാഞ്ചി സ്തൂപം, ചെങ്കോട്ട. റൈറ്റ് സൈഡിലുള്ളത് ഏത് സംസ്ഥാനത്താണ് അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് ഉള്ളത് എന്നാണ്. ഓക്കെ. അപ്പോൾ ഡൽഹി, ഗുജറാത്ത്, മധ്യപ്രദേശ്, കർണാടക, ഒഡീഷ, മഹാരാഷ്ട്ര. നേരെ പറഞ്ഞു പോവാലോ. പറഞ്ഞു പോയിക്കോട്ടെ ഞാൻ. ഇതല്ലാതെ ഓപ്ഷൻ ഇട്ടിട്ടില്ല കേട്ടോ. ഓക്കെ. കൊണാർക്കിലെ സൂര്യക്ഷേത്രം. കൊണാർക്ക് എവിടെയാണത്? കൊണാർക്കിലെ സൂര്യക്ഷേത്രം ഒഡീഷ. ആൻസറാണേ പറയുന്നത് ഒഡീഷ. എല്ലോറ ഗുഹകൾ എവിടെയാണ്?
മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര. ഇനി ഹംപി. ഹംപി എവിടെയാ? കർണാടക. റാണി കി വാവ് ഗുജറാത്ത്. സാഞ്ചി സ്തൂപം മധ്യപ്രദേശ്. ചെങ്കോട്ട എവിടെയാണ്? ഡൽഹിയിലാണ് അല്ലേ? ഡൽഹി. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം നമ്മൾ പഠിച്ചതാണല്ലേ? അതെ, റുപ്പി പഠിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്, എല്ലാം ഓർത്തിരിക്കണം കേട്ടോ. കൊണാർക്ക് സൂര്യക്ഷേത്രം ഒഡീഷയിലാണ്. എല്ലോറ ഗുഹ മഹാരാഷ്ട്രയാണ്. ഹംപി കർണാടക. റാണി കി വാവ് ഗുജറാത്ത്. സാഞ്ചി സ്തൂപം മധ്യപ്രദേശ്. ദെൻ ചെങ്കോട്ട ഡൽഹിയാണ്. അടുത്ത ചോദ്യം, മുഗൾ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപനത്തെയും പ്രധാന ഭരണാധികാരികളെയും കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ബാബറാണ് ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത്. ഇനി മുഗൾ ഭരണാധികാരികളുടെ ശരിയായ കാലക്രമമാണ് ബാബർ, അക്ബർ, ഹുമയൂൺ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ് എന്നിങ്ങനെയാണ്. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കി ഏതൊക്കെയാണ് ശരി എന്നുള്ളത്. ഒന്നാമത് പറയുന്നത് ബാബറാണ് ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത്. അത് ശരിയാണോ? ശരിയാണ് അല്ലേ? ഇനി മുഗൾ ഭരണാധികാരികളുടെ ശരിയായ കാലക്രമം നോക്കി. ബാബർ കഴിഞ്ഞ് ആരാ വരേണ്ടിയിരുന്നത്? ഹുമയൂൺ ആയിരുന്നല്ലേ? ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ് എന്നിങ്ങനെയാണ്. അപ്പം രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇപ്പോൾ കറക്റ്റ് ആൻസർ ഏതാ? 1 മാത്രം ശരി. ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്തത്, മുഗൾ ഭരണ സംവിധാനത്തെയും അവരുടെ നയങ്ങളെയും സംബന്ധിച്ച ഈ പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ്? അക്ബർ ചക്രവർത്തി വിഭാവനം ചെയ്ത സുൽഹ് ഇ കുൽ എന്ന ദർശനം എല്ലാവരോടും സമാധാനവും മതസഹിഷ്ണുതയും പുലർത്തുന്ന ഒന്നായിരുന്നു. ഇനി മുഗൾ ഭരണകാലത്ത് സാമ്രാജ്യത്തെ ഭരണസൗകര്യത്തിനായി മണ്ഡലങ്ങളായിട്ടായിരുന്നു തരംതിരിച്ചിരുന്നത്. അക്ബർ ആവിഷ്കരിച്ച ഉദ്യോഗസ്ഥ റാങ്കിംഗ് സമ്പ്രദായമാണ് മൻസബ്ദാരി സമ്പ്രദായം. ക്വസ്റ്റ്യൻ എന്താണ്? മേൽ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം എന്നതാണ് ചോദ്യം. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ശ്രദ്ധിച്ചു വായിക്കണം. നോക്കാം നമുക്ക്. ഒന്നാമത്തെ എന്തായിരുന്നു? അക്ബർ ചക്രവർത്തി വിഭാവനം ചെയ്ത സുൽഹ് ഇ കുൽ എന്ന ദർശനം എല്ലാവരോടും സമാധാനവും മതസഹിഷ്ണുതയും പുലർത്തുക എന്നതായിരുന്നു. അത് ശരിയാണോ? ശരിയാണ്. ഇനി മുഗൾ ഭരണകാലത്ത് സാമ്രാജ്യത്തെ ഭരണ സൗകര്യത്തിനായി മണ്ഡലങ്ങൾ ആയിട്ടായിരുന്നു തരംതിരിച്ചിരുന്നത്. അത് ശരിയാണോ? അത് തെറ്റാണല്ലേ? മുഗൾ നമ്മൾ സുബ്ബകൾ അല്ലേ? സുബ്ബയായിട്ടാണ്, രാജ്യത്തെ സുബ്ബയായിട്ടല്ലേ തിരിച്ചിരുന്നത്. ഈ മണ്ഡലങ്ങൾ വരുന്നത് എവിടെയാണ്? വിജയനഗര സാമ്രാജ്യത്തിലാണ് കേട്ടോ. അത് മാറിപ്പോകരുത്. ചിലപ്പോൾ നമ്മൾ ഒരു ചാപ്റ്ററിൽ തന്നെ 2 പേര് കാണുമ്പോൾ അതിൻ്റെ എക്സാം ആണല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ കുത്തരുത്. ശ്രദ്ധിക്കണം. സുബ എവിടെയാണ്? അത് അക്ബറായി റിലേറ്റ് ചെയ്ത മുഗളന്മാരല്ലേ. മണ്ഡലങ്ങൾ വരുന്നത് വിജയനഗരമായിട്ടാണ്. ആ പ്രവിശ്യയുടെ കാര്യത്തിലാണ് വരുന്നത്. മാറിപ്പോകരുത്. അപ്പോൾ ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ക്ലാസ് ഒന്നും കൂടി കാണുക കേട്ടോ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അക്ബർ ആവിഷ്കരിച്ച ഉദ്യോഗസ്ഥ റാങ്കിംഗ് സമ്പ്രദായമാണ് മൻസബ്ദാരി സമ്പ്രദായം. അതും ശരിയാണല്ലേ? അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? 1, 3 എന്നിവ ശരി. ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരിയായിട്ടുള്ളത്? ഹരിഹരനും ബുക്കനും ചേർന്നാണ് വിജയനഗര രാജ്യം സ്ഥാപിച്ചത്. വിജയനഗരത്തിലെ ഏറ്റവും പ്രമുഖനായ തുളുവ വംശജനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരം സൂററ്റായിരുന്നു. നോക്കാം ഏതൊക്കെയാണ് ശരി എന്നുള്ളത്. ഹരിഹരനും ബുക്കനും ചേർന്നാണ് വിജയനഗര രാജ്യം സ്ഥാപിച്ചത്. ശരിയല്ലേ? അതെ. ഇനി വിജയനഗരത്തിലെ ഏറ്റവും പ്രമുഖനായ തുളുവ വംശജനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. അതും ശരിയാണ്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരം സൂററ്റായിരുന്നു എന്നാണ് പറയുന്നത്. ശരിയാണോ? തെറ്റാണല്ലേ? ഏതാണ്? ഹംപിയാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ. 1, 2 എന്നിവ മാത്രം ശരി. 5ാമത്തെ ചോദ്യം. മധ്യകാല ഇന്ത്യയിലെ സാംസ്കാരിക സാഹിത്യ പുരോഗതിയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ നൽകുന്നു. മഹാഭാരതം പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത കൃതിയാണ് രാസ്നാമ. മുഗൾ കൊട്ടാരത്തിലെ പ്രമുഖ പണ്ഡിതനായ അബുൾ ഫസലാണ് അക്ബർനാമ രചിച്ചത്. പേർഷ്യൻ, ഹിന്ദി ഭാഷകളുടെ സമന്വയത്തിലൂടെ രൂപം കൊണ്ട പുതിയ ഭാഷയാണ് ഉറുദു. ഏതാണ് ഇതിൽ
ശരിയായിട്ടുള്ളത് അല്ലേ? മുകളിൽ കൊടുത്തിരിക്കുന്ന ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇതിൽ എന്താണ് നമ്മുടെ SCERT പഠിച്ചപ്പോൾ SCERT ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയായിരുന്നു? അക്ബറിൻ്റെ കാലഘട്ടത്തിൽ മഹാഭാരതം വിവർത്തനം പേർഷ്യൻ ഭാഷയിലേക്ക് മാറ്റിയത് ആരായിരുന്നു? ധാരാഷിക്കോ, അതായത് നമ്മുടെ ഷാജഹാൻ്റെ മകനാണ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ശരിക്കും നമ്മുടെ NCERT ടെക്സ്റ്റിലുള്ളത് ഉപനിഷത്തുകളും ഭഗവത്ഗീതയും പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് അങ്ങനെയുള്ള മുഗൾ രാജകുമാരനാണ് ദാരാകിഷോ എന്നും, മഹാഭാരതം പേർഷ്യൻ ഭാഷയിലേക്ക് രസ്നാമ എന്ന പേരിൽ വിവർത്തനം ചെയ്യാൻ മുൻകൈയെടുത്ത മുഗൾ ഭരണാധികാരി അല്ലെങ്കിൽ ആരുടെ കാലഘട്ടത്തിലാണ് എന്ന് ചോദിച്ചാൽ അത് അക്ബറാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. എന്തുകൊണ്ടാണ് അത് ശരിയായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ അക്ബറിൻ്റെ കാലഘട്ടം 1556 മുതൽ 1605 വരെയാണ്. അപ്പോൾ ഏകദേശം ഈ രസ്നാമ പൂർത്തിയായത് 1584 അല്ലെങ്കിൽ 80കളിലൊക്കെയാണ് അക്ബർ ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം. ഈ ഷാജഹാൻ്റെ മകൻ്റെ കാലം, അതായത് ധാരാഷിക്കോയുടെ അത് ജനിക്കുന്നത് 1615 ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പം രസ്നാമ എന്ന പേർഷ്യൻ വാക്കിൻ്റെ അർത്ഥം എന്താണ്? അത് യുദ്ധത്തിൻ്റെ പുസ്തകം അല്ലെങ്കിൽ ബുക്ക് ഓഫ് വാർ എന്നാണ് കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. എന്തുകൊണ്ടായിരിക്കും? മഹാഭാരതത്തിലെ പ്രധാന പ്രമേയം എന്ന് പറയുന്ന കുരുക്ഷേത്ര യുദ്ധമല്ലേ? അതുകൊണ്ടാണ് ആ ബുക്ക് ഓഫ് വാർ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ പുസ്തകം എന്നർത്ഥം വരുന്ന രസ്നാമ എന്ന പേര് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കി, ഏതാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ശരിയല്ലേ? അതെ, ശരിയാണ് കേട്ടോ. മഹാഭാരതം പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത കൃതിയാണ് രസ്നാമ. ഇനി മുഗൾ കൊട്ടാരത്തിലെ പ്രമുഖ പണ്ഡിതനായ അബുൾ ഫസലാണ് അക്ബർനാമ രചിച്ചത്. അതും കറക്റ്റാണ്, നമ്മൾ പഠിച്ചിരുന്നു. ഇനി പേർഷ്യൻ ഹിന്ദി ഭാഷകളുടെ സമന്വയത്തോടെ രൂപം കൊണ്ട പുതിയ ഭാഷയാണ് ഉറുദു. അതും കറക്റ്റാണ്. അപ്പോൾ ഇതിൽ എല്ലാം ശരിയാണ്. 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ്. അടുത്തത്, മധ്യകാലത്തെ വാസ്തുവിദ്യയെയും ഭരണാധികാരികളെയും കുറിച്ചുള്ള ഈ പ്രസ്താവനകൾ വായിക്കുക. ഡൽഹിയിലെ ചെങ്കോട്ടയും ആഗ്രയിലെ താജ്മഹലും പണി കഴിപ്പിച്ചത് ഷാജഹാൻ ചക്രവർത്തിയാണ്. അക്ബർ ചക്രവർത്തി നിർമ്മിച്ച പുതിയ തലസ്ഥാന നഗരമായിരുന്നു ഫത്തേപൂർ സിക്രി. ഹംപിയിലെ പ്രസിദ്ധമായ ഹസാരരാമ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് മുഗൾ വാസ്തുവിദ്യയുടെ ഭാഗമായാണ്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇവയിൽ തെറ്റായ പ്രസ്താവന ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കാം നമുക്കല്ലേ. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണല്ലേ. ഡൽഹിയിലെ ചെങ്കോട്ടയും ആഗ്രയിലെ താജ്മഹലും പണികഴിപ്പിച്ചത് ഷാജഹാനാണ്. ഇനി അക്ബർ ചക്രവർത്തി നിർമ്മിച്ച പുതിയ തലസ്ഥാന നഗരമാണ് ഫത്തേപൂർ സിക്രി. അതും കറക്റ്റാണ്. ഇനിയോ, ഹംപിയിലെ പ്രസിദ്ധമായ ഹസാരരാമ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് മുഗൾ വാസ്തുവിദ്യയുടെ ഭാഗമായാണോ? അല്ല, അത് തെറ്റാണല്ലേ. അവിടെ ഏതാ വരുന്നത്? വിജയനഗര വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണമാണ് ഹസാരരാമ ക്ഷേത്രം. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ബി 3 മാത്രമാണ് വരുന്നത്. അടുത്ത ചോദ്യം, മധ്യകാലത്തെ സൈനിക സാമ്പത്തിക വ്യവസ്ഥകളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. വിജയനഗര രാജാക്കന്മാർ സൈനിക മേധാവികൾക്ക് ഭൂമി നൽകി ഭരണം ഏൽപ്പിക്കുന്ന രീതിയാണ് അമരനായക സംവിധാനം. വിജയനഗര സാമ്രാജ്യത്തിൽ കുതിര കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന വ്യാപാരികൾ കുതിരച്ചെട്ടികൾ എന്നറിയപ്പെടുന്നു. മുകളിൽ നൽകിയിരിക്കുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഏതാണ് ശരിയായിട്ടുള്ളത്? രണ്ടും ശരിയാണല്ലേ. മുഗൾ നഗര രാജാക്കന്മാർക്ക് സൈനിക മേധാവികൾക്ക് ഭൂമി നൽകി ഭരണം ഏൽപ്പിക്കുന്ന രീതിയാണ് അമരനായിക. നമ്മൾ മറ്റേ മുകളിൽ എന്തായിരുന്നു? മൻസബ്ദാരി, ഇവിടെ അമരനായിക. ആ ഒരു ഡിഫറൻസ് ഒക്കെ വെച്ച് നമ്മൾ പഠിച്ചതാണ്. ഇനി അവിടെ കുതിര കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന വ്യാപാരികൾ കുതിരച്ചെട്ടികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പം അതും കറക്റ്റാണ്. 8ാമത്തെ ചോദ്യം, ഇന്ത്യ സന്ദർശിച്ച വിദേശ സഞ്ചാരികളെയും മധ്യകാല സാമ്രാജ്യങ്ങളെയും കുറിച്ചുള്ള ജോഡികൾ താഴെ നൽകുന്നു. ടവർണിയർ മുഗൾ രാജ്യം സന്ദർശിച്ചു. ബാർബോസ വിജയനഗര രാജ്യം സന്ദർശിച്ചു. ക്വസ്റ്റ്യൻ എന്താണ്? ഈ പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏവയാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ടവർണിയർ മുഗൾ രാജ്യം സന്ദർശിച്ചു അല്ലേ, അത് ശരിയാണ്. ബാർബസോ വിജയനഗര രാജ്യമാണ് സന്ദർശിച്ചത്. അതും ശരിയാണ്. അവരുടെ ഓരോ അഭിപ്രായങ്ങൾ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇത് 1, 2 ശരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, മുഗൾ വിജയനഗര സാമ്രാജ്യത്തിലെ മതനയങ്ങളെയും സാഹിത്യത്തെയും കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക.
അക്ബർ ചക്രവർത്തി എല്ലാ മതസ്ഥർക്കും ഒരുപോലെ ആരാധന നടത്താനായി ഇബാദത്ത് ഖാന അഥവാ പ്രാർത്ഥനാ ഹാൾ സ്ഥാപിച്ചു. വിജയനഗര ഭരണാധികാരിയായ കൃഷ്ണദേവരായർ തെലുങ്ക് ഭാഷയിൽ രചിച്ച പ്രശസ്തമായ ഗ്രന്ഥമാണ് അമുക്തമാലിക. കൃഷ്ണദേവരായരുടെ കൊട്ടാരത്തെ അലങ്കരിച്ചിരുന്ന 8 പ്രമുഖ പണ്ഡിതന്മാർ അഷ്ടദിഗജങ്ങൾ എന്നറിയപ്പെട്ടു. ചോദ്യം എന്താണ്? മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരിയായിട്ടുള്ളത്? ഏതൊക്കെയാണ്? എല്ലാം ശരിയാണല്ലേ. അക്ബർ ചക്രവർത്തിയുടെയായിരുന്നു ഇബാദത്ത് ഖാന. പിന്നെ വിജയനഗരത്തിലെ കൃഷ്ണദേവരായരുടെയാണ് അമുക്തമാലിക, അത് തെലുങ്കു ഭാഷയിലാണ്. ഇനി കൃഷ്ണദേവരായരുടെ കൊട്ടാരത്തെ അലങ്കരിച്ചിരുന്ന 8 പ്രമുഖ പണ്ഡിതന്മാരാണ് അഷ്ടദിഗജങ്ങൾ എന്നറിയപ്പെടുന്നത്, അതും ശരിയാണ്. അപ്പോൾ 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ 9 ചോദ്യങ്ങളാണ് പഠിച്ചത്. ഓക്കെ, മറ്റേതിൽ 13 ചോദ്യങ്ങൾ പഠിച്ചു, ഇതിൽ 9. ഓക്കെ, ടോട്ടൽ 22 ചോദ്യങ്ങൾ ഇപ്പം തന്നെ നമ്മൾ പഠിച്ചിരിക്കുന്നു. ഇനി അടുത്തത് ഏതാണ്? അധിനിവേശവും ചെറുത്തുനിൽപ്പും. ആ ഒരു ചാപ്റ്ററായി റിലേറ്റ് ചെയ്ത് ആ ചാപ്റ്ററിൻ്റെ പാർട്ട് 1 മാത്രമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളൂ അല്ലേ. ഏതൊക്കെയാണ്? പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച്, പിന്നെ യൂറോപ്യനായിട്ട് റിലേറ്റ് ചെയ്ത തുടക്കത്തിൽ വാസ്കോ ഡ ഗാമ കാര്യങ്ങളൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. ബ്രിട്ടീഷ് നമ്മൾ നാളെയാണ് അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് വളരെ ബുദ്ധിമുട്ടുകേറിയ സാഹചര്യത്തിലും വ്യാപാര ബന്ധം സ്ഥാപിക്കുവാൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ നോക്കുക. ഇതിൽ ഒരെണ്ണം മാത്രം തെറ്റാണ്, അത് കണ്ടെത്തുക. അപ്പോൾ തെറ്റായതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമുക്ക് വായിച്ചു പോകുമ്പോൾ തന്നെ തെറ്റായത് നോക്കാം അല്ലേ. ആദ്യം എന്താണ്? യൂറോപ്യൻ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി. അത് ശരിയല്ലേ? ശരിയാണ്. അച്ചടി വിദ്യയുടെ കണ്ടുപിടുത്തം, അത് ശരിയാണോ? തെറ്റാണല്ലേ. അച്ചടി വിദ്യയുടെ കണ്ടുപിടുത്തം ഇവിടെ നമുക്ക് ആവശ്യമില്ല, വ്യാപാര ബന്ധത്തിലല്ല അത് നമ്മളെ സഹായിച്ചത്. അപ്പോൾ അതാണ് അവിടെ തെറ്റായിട്ടുള്ളത്. എന്നാലും ബാക്കി രണ്ടും കൂടി നോക്കാം. ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച ശരിയാണ്. ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ് കണ്ടുപിടിച്ചതും ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ നിന്ന് പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിലുള്ള തർക്കത്തിന് പ്രധാനമായ കാരണം എന്തായിരുന്നു എന്ന് തിരിച്ചറിയുക. ആരൊക്കെ തമ്മിലാണ്? പോർച്ചുഗീസുകാരും സാമൂതിരിയും കേട്ടോ. 4 ഇത് തന്നിട്ടുണ്ട്. അറബികളെ പുറത്താക്കണമെന്നുള്ള പോർച്ചുഗീസുകാരുടെ ആവശ്യം സാമൂതിരി അംഗീകരിക്കാതിരുന്നത്. പിന്നെയോ സാമൂതിരി പോർച്ചുഗീസുകാർക്ക് കച്ചവടത്തിൻ്റെ കുത്തക നൽകാതിരുന്നത് അല്ലേ. അത് രണ്ടും ശരിയാണല്ലേ. പിന്നെയോ പോർച്ചുഗീസുകാർ വാഗ്ദാനം ചെയ്ത ലാഭവിഹിതം സാമൂതിരിക്ക് അംഗീകരിക്കാൻ സാധിക്കാതിരുന്നു, അതിനെ പറ്റിയൊന്നും പറയുന്നില്ല. ദെൻ പോർച്ചുഗീസുകാർക്ക് കോഴിക്കോട് ഒരു കോട്ട പണിയാൻ സാമൂതിരി അനുവാദം കൊടുക്കാതിരുന്നത്, അതുമില്ല. അപ്പോൾ ആൻസർ വരുന്നത് 1ഉം 2ഉം ശരി. 1ഉം 2ഉം അല്ലേ അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിലുള്ള തർക്കത്തിന് കാരണം? അതെ. അടുത്ത 3ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ നിന്ന് യോജിക്കാത്ത ജോഡി ഏതെന്ന് കണ്ടെത്തുക. ഏതൊക്കെയാണെന്ന് നോക്കാം. ഡച്ചുകാർ നാഗപട്ടണം, ബ്രിട്ടീഷുകാർ സൂററ്റ്, ഫ്രഞ്ചുകാർ ഗോവ, പോർച്ചുഗീസ് ധാമൻ. ഏതാണ്? പ്രധാന കേന്ദ്രം അല്ലേ, ഓരോരുത്തരുടെയും പ്രധാന കേന്ദ്രമാണ്. ഏതാണ് ഇതിൽ തെറ്റായതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. യോജിക്കാത്തത് ഏതാ? ഫ്രഞ്ചുകാർ അല്ലേ. ഗോവ എന്ന് പറയുന്ന ആരുടെയാണ്? പോർച്ചുഗീസുകാരുടെ പ്രധാന കേന്ദ്രമായിരുന്നു അല്ലേ. ഫ്രഞ്ചുകാരുടെ വരുമ്പോൾ അത് പോണ്ടിച്ചേരി, മാഹി, യാനം എന്നിവയൊക്കെയായിരുന്നു. ബാക്കിയൊക്കെ ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഹോർത്തൂസ് മലബാറിക്കസുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഓരോന്നും നമുക്ക് നോക്കാം. ഈ പുസ്തകം കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു. ശരിയാണല്ലോ അല്ലേ. അതെ, 742 ആണ്. ഈ പുസ്തകം തയ്യാറാക്കിയത് അന്നത്തെ ഡച്ച് ഗവർണറായ ഹെൻറിക് വാൻ റീഡ് ആണ്, അതും കറക്റ്റാണ്. നാട്ടുവൈദ്യനായ ഇട്ടി അച്യുതൻ എന്ന വ്യക്തിയുടെ സഹായം ഈ പുസ്തക രചനയിൽ ഉണ്ടായിട്ടുണ്ട്, അതും കറക്റ്റാണ്. ഇത് മലയാളത്തിൽ പൂർണ്ണമായിട്ടും ആദ്യമായി അച്ചടിച്ച പുസ്തകമാണ്. ആണോ? അത് തെറ്റാണ്. പിന്നെ ഏത് ഭാഷയിലായിരുന്നു ഇത്? ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലല്ല, ഇതിലായിരുന്നു? ലാറ്റിൻ ഭാഷയിലാണ് ആദ്യമായി അച്ചടിച്ചത്, ആംസ്റ്റർഡാമിൽ വെച്ചല്ലേ. എന്നാൽ ഇതിൽ സസ്യങ്ങളുടെ പേരുകൾ എങ്ങനെ മലയാളത്തിൽ അച്ചടിച്ചിട്ടുണ്ട്, അത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, തന്നിട്ടുള്ള പ്രസ്താവനകൾ കുളച്ചിൽ യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്, എന്നാൽ ഈ യുദ്ധവുമായി ബന്ധപ്പെടാത്ത തെറ്റായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഈ യുദ്ധം നടന്നത് 1741 ശരിയാണോ? ശരിയാണ്.
ഈ യുദ്ധം തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു. അതും ശരിയാണ്. ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടോടുകൂടി ഡച്ചുകാർക്ക് ഇന്ത്യയിൽ അവരുടെ ആധിപത്യം ദുർലഭമായി. അതും കറക്റ്റാണ്. ഈ യുദ്ധത്തിലാണ് ആദ്യമായി ഒരു ഇന്ത്യൻ ഭരണാധികാരി പൂർണ്ണമായും ഒരു യൂറോപ്യൻ ശക്തി കീഴടക്കിയത്. അതും കറക്റ്റാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്തായിരുന്നു? തെറ്റായത് അല്ലെങ്കിൽ ബന്ധപ്പെടാത്തതാണ്. പക്ഷേ ഇതിലെല്ലാം ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എത്ര 5 എണ്ണം പഠിച്ചു കേട്ടോ. അപ്പോൾ 22 5 27 ചോദ്യങ്ങൾ നമ്മൾ GK പാർട്ടിൽ നിന്നിപ്പോൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് കറണ്ട് അഫയേഴ്സ്, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷും മലയാളവും. ഓക്കെ, ഒന്നാമത്തെ എന്താണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക. ഓരോ പ്രസ്താവന പരിശോധിക്കണം, അതിൽ ശരിയായിട്ടുള്ളതാണ് കേട്ടോ ചോദ്യം. നോക്കി, ഇത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ അദാനി ഗ്രൂപ്പാണ് നിർമ്മിക്കുന്നത്. ശരിയല്ലേ? ശരിയാണ്. നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് ആൻസർ നോക്കിയിട്ട് വേണം ഞാൻ ഈ പറയുന്ന വിശദീകരണം കേൾക്കാൻ കേട്ടോ. ഇനി, ഇന്ത്യയിൽ നിലവിൽ വരുന്ന ആദ്യത്തെ ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണിത്. അതും ശരിയാണല്ലേ, നമ്മൾ പഠിച്ചതാണ്. പൂർണ്ണമായും കമ്പ്യൂട്ടർ നിയന്ത്രിത ക്രെയിനുകൾ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് പോർട്ടാണതും കറക്റ്റാണ്. ഇത് നമ്മൾ അങ്ങനെ തന്നെ പഠിച്ച കാര്യമാണ്. അപ്പോൾ ഇതിൽ 1, 2, 3 എല്ലാം ശരിയാണ്. ഈ ക്ലാസ്സുകൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി എക്സാമിനോട് അടുത്ത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കുക. ഇതിൽ എല്ലാം ശരിയാണ്. 1, 2, 3 ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയെ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. നോക്കി, ഇന്ത്യൻ വ്യോമസേനയുടെ 50ാമത് ഉപമേധാവി എയർ മാർഷൽ നാഗേഷ് കുമാർ. സിക്കിം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്. കേരള ഹൈക്കോടതിയുടെ 40ാമത് ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ. ചോദിച്ചിട്ടുള്ളത് ശരിയായ ജോഡികളാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരിയായിട്ടുള്ളത്? എല്ലാം ശരിയാണല്ലേ. അപ്പോൾ 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കോടതി ശിക്ഷയെ തുടർന്ന് MLA സ്ഥാനം നഷ്ടമാകുന്ന കേരളത്തിലെ ആദ്യ വ്യക്തിയാണ് ആന്റണി രാജു. ശരിയല്ലേ? അതെ. ജനപ്രാതിനിധ്യ നിയമം 1951 സെക്ഷൻ 8(3) പ്രകാരമാണ് 2 വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കുന്ന ജനപ്രതിനിധികൾ അയോഗ്യരാക്കപ്പെടുന്നത്. അതും കറക്റ്റാണ്. കുടുംബശ്രീ വഴി 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന അമൃതം ന്യൂട്രിമിക്സ് ഇപ്പോൾ ലക്ഷദ്വീപിലേക്കും വിതരണം ചെയ്തു തുടങ്ങി. അതും നമ്മൾ പഠിച്ചതാണ്. ഇനി, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പുതിയ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്ന ജില്ല തിരുവനന്തപുരമാണെന്നാണ് പറയുന്നത്. തിരുവനന്തപുരം ആയിരുന്നോ? അല്ലാതെ എറണാകുളമാണ്. അത് തെറ്റാണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? കേരള രജിസ്ട്രേഷൻ വകുപ്പ് അതിൻ്റെ 160ാം വാർഷികത്തോടനുബന്ധിച്ച് 2026 ജനുവരി 4 പ്രഥമ സംസ്ഥാന രജിസ്ട്രേഷൻ ദിനം ആഘോഷിച്ച വേദി എവിടെയാണ്? അഞ്ചരക്കണ്ടി, കണ്ണൂരാണ്. നമ്മൾ പഠിച്ചതാണ്. അടുത്തത് ഏതാണ്? തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ രാമവർമ്മ 1904 പണി കഴിപ്പിച്ചതും പരമ്പരാഗത ചൈനീസ് യൂറോപ്യൻ വാസ്തുവിദ്യയുടെ സമന്വയവുമായ ചീന കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചീന കൊട്ടാരം കൊല്ലത്താണ് അല്ലേ? കൊല്ലം ജില്ലയിലാണ്. 2026 ഇന്ത്യയുടെ 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തവർ ആരൊക്കെയായിരുന്നു? ഉർസുല വോൺ അല്ലേ? ഓപ്ഷൻ ബി ആണ്. ഉർസുല വോൺ ഡെർ ലെയനും ആൻറ്റോണിയോ കോസ്റ്റയുമായിരുന്നു. ഇതൊക്കെ ഒറ്റ സെൻറ്റൻസ് 1 ലൈനർ ആയതുകൊണ്ടാണ് കേട്ടോ നേരെ ആൻസറിലേക്ക് പോകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്ന റൂട്ട് സ്ലീപ്പർ ആണ്. ഏതായിരുന്നു സ്ലീപ്പർ? ഗുവാഹത്തി, കൊൽക്കത്ത അല്ലേ? ഇനി, ഹരിത ഊർജ്ജ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ ട്രെയിൻ പരീക്ഷണാടിസ്ഥാനത്തിൽ എവിടെയാണ്? ഏത് സംസ്ഥാനത്താണ്? ഹരിയാനയിൽ. യൂറോ കറൻസി ഔദ്യോഗിക കറൻസിയായി സ്വീകരിക്കുന്ന 21ാമത്തെ രാജ്യം ഏതായിരുന്നു? ബൾഗേറിയ. ലാസ്റ്റ് ചോദ്യം. പ്രശസ്ത എഴുത്തുകാരൻ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ സ്മരണാർത്ഥം നൽകുന്ന പ്രഥമ മലയാറ്റൂർ ഫൗണ്ടേഷൻ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2026
അരുന്ധതി റോയ്ക്കാണ് കേട്ടോ, അരുന്ധതി റോയ്. പ്രഥമ മലയാറ്റൂർ ഫൗണ്ടേഷൻ സമഗ്ര സംഭാവന പുരസ്കാരം. അപ്പോൾ നമ്മൾ എത്ര എണ്ണം? 10 എണ്ണം ഇതിൽ പഠിച്ചു. ആദ്യം എത്ര എണ്ണം പഠിച്ചു? 27. അപ്പോൾ 37 ചോദ്യം നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എന്ത് നോക്കണം? ഇംഗ്ലീഷും മലയാളവും കൂടി നോക്കി തീർക്കാം. ഓക്കെ. ഐഡൻറ്റിഫൈ ദി കറക്റ്റ് പെയർ ഓഫ് സിനോണിംസ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സിനോണിംസ്, ഇംഗ്ലീഷിലെ സിനോണിംസും അതോടൊപ്പം തന്നെ മലയാളത്തിലെ പദശുദ്ധിയുമായിരുന്നു വൊക്കാബുലറി ആയിട്ട് പഠിച്ചു. നാളെ മുതൽ അത് ചേഞ്ച് ചെയ്ത് വേറൊരു സെക്ഷൻ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പം ഇത് നോക്കാം. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് പെയർ ഓഫ് സിനോണിംസ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. കറക്റ്റ് ആയിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒഡേഷ്യസ് ഫിയർലെസ്, ലാംഗ്വിഡ് എനർജറ്റിക്, ഇൻഡിജൻറ്റ് വെൽത്തി, പ്രൂഡൻറ്റ് കെയർലെസ്. കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്, ഒഡേഷ്യസ് ഫിയർലെസ്. ഓക്കെ. ബാക്കിയൊക്കെ അത് അതിൻ്റെ വിപരീത ഓപ്പോസിറ്റാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്, ശ്രദ്ധിക്കും. അടുത്തത്, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ദ വേർഡ് മെറ്റിക്കുലസ് മീൻസ് ഷോയിങ് ഗ്രേറ്റ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ. മെറ്റിക്കുലസിൻ്റെ അർത്ഥമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മെറ്റിക്കുലസ് എന്ന് വെച്ചാൽ എന്താണ്? സൂക്ഷ്മമായത് അല്ലേ. ഇനി സ്ക്രൂപ്ലെസ് ആൻഡ് പെയിൻസ്റ്റേക്കിംഗ് ആർ സിനോണിമസ് ഓഫ് മെറ്റിക്കുലസ് ആണ്, അത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. സ്ക്രൂപ്ലെസ്, പെയിൻസ്റ്റേക്കിംഗ് എന്നത് ഇതിൻ്റെ ശരിയായ സിനോണിംസ് ആണ്. അപ്പോൾ അത് രണ്ടും ശരിയാണ്. നമ്മൾ സിനോണിംസ് പഠിച്ചത് നേരെ സിനോണിംസ് എന്ന രീതി തരാതെ ജസ്റ്റ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് തരുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, രണ്ടും കറക്റ്റാണ്. മൂന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് നോട്ട് എ സിനോണിം ഫോർ ഒബ്സ്റ്റിനേറ്റ്. ഒബ്സ്റ്റിനേറ്റിൻ്റെ സിനോണിം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഒബ്സ്റ്റിനേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റബേൺ ആയിട്ടുള്ള അല്ലേ, വാശിയുള്ളത്, സ്റ്റബേൺ എന്നാണ്. അപ്പോൾ അതിൻ്റെ സിനോണിം അല്ലാത്തത് അമിക്കബിൾ. അമിക്കബിൾ എന്ന് വെച്ചാൽ എന്താ? ഫ്രണ്ട്ലി. അപ്പോൾ അതാണ് വരുന്നത്. അടുത്ത ചോദ്യം, മാച്ച് ദ ഫോളോയിങ് ആണ്. സിനോണിംസ് തന്നെയാണ് ഇതും പറഞ്ഞിട്ടുള്ളത്. ലിസ്റ്റ് എയിൽ എന്തൊക്കെയായിരുന്നു? എഫിമെറൽ, കാൻഡിഡ്, ലൊക്കേഷ്യസ്, കാൻറ്റൻകറസ്. അതിന് നമുക്ക് സിനോണിംസ് നേരെ മാച്ച് ചെയ്യാം അല്ലേ. എഫിമെറൽ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ക്ഷണികമായത് അല്ലേ, ക്ഷണികമായത്. അപ്പോൾ അതിൽ വരുന്നത് ട്രാൻസിറ്ററി. ഓക്കെ, ട്രാൻസിറ്ററി. ഇനി കാൻഡിഡ്, കാൻഡിഡ് എന്ന് പറയുന്നതോ തുറന്ന് അല്ലെങ്കിൽ ഫ്രാങ്ക് ആയിട്ട് തുറന്ന് പറയുന്നത്. അപ്പോൾ ഫ്രാങ്ക്, ഓപ്ഷൻ എ. ദെൻ ലൊക്കേഷ്യസ്. ലൊക്കേഷ്യസ് എന്ന് വെച്ചാൽ ടോക്ക് ആക്റ്റീവ് അല്ലേ, വാചാലമായത്. ദെൻ കാൻറ്റൻകറസ് എന്ന് പറയുന്നത് എന്താണ്? ബാഡ് ടാമ്പഡ്, കലഹ പ്രിയനായത്. അതാണ് കാൻറ്റാൻകറസ് കേട്ടോ. ഓക്കെ. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ വേർഡ് ദാറ്റ് ബെസ്റ്റ് ഫിറ്റ് ദ ഗിവൺ ഡെഫിനിഷൻ. എക്സ്ട്രീംലി പുവർ ഓർ ലാക്കിംഗ് ദ നെസസിറ്റീസ് ഓഫ് ലൈഫ്, ഇംപൊവറിഷ്ഡ്. എക്സ്ട്രീംലി പുവർ അത് ഏതാണ്? ദരിദ്രനായ എന്നർത്ഥം വരുന്ന വാക്ക്. ഇതിലേതാണ്? ഓപ്ഷൻ സി, ഇൻഡിജൻ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് വരുന്നത്, ഇൻഡിജൻ്റ്. ഇനി നമുക്ക് മലയാളം 5 എണ്ണം കൂടി നോക്കിയിട്ട് ഈ ഒരു ക്വിസ് നമുക്ക് നിർത്താം. ഓക്കെ. താഴെ നൽകിയിരിക്കുന്നവയിൽ പൂർണ്ണമായും ശരിയായ പദങ്ങൾ അടങ്ങിയ ജോഡി ഏതാണ്? ശരിയായത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, പ്രവൃത്തി, പ്രസ്താവന അല്ലേ. പ്രവൃത്തി എന്ന് വരില്ല, പ്രവർത്തിക്കുക കറക്റ്റായിരുന്നു അല്ലേ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. പ്രാരബ്ധം കറക്റ്റായിരുന്നു. അപ്പോൾ ഇതിൽ വരുന്നത് ഓപ്ഷൻ ബി ആണ്. പദശുദ്ധിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ചുമര് എന്ന് എഴുതുന്നതാണ് വ്യാകരണപരമായി ശരി. ഇനിയോ ചെമന്ന എന്ന് എഴുതുന്നതാണ് വ്യാകരണപരമായി ശരി. ഓക്കെ. ഇതിലേതാണ്? ചുമരല്ല, ചുവരാണല്ലേ, ചുവര്. ഇനി ചെമന്ന എന്ന് പറയുന്നത് ശരിയാണ്. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ്? 2 ശരിയാണ്, 1 തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് വരുന്നത് അല്ലേ. ചുമര് എന്നത് തെറ്റാണ്, ചുവര് ആണ് വരുന്നത്. അടുത്തത് 8ാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ രൂപം കണ്ടെത്തുക. എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഏതാണ്? കവയിത്രിയാണ്. ഇത്രി, ഓപ്ഷൻ ബി ആണ്. താഴെ പറയുന്നവയെ പദശുദ്ധിയുള്ള വാക്ക് ഏതാണ്? അതായത് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ചെങ്ങാത്തം അല്ലേ, ചെങ്ങാത്തമാണ്, ചെങ്ങാത്തം. ഉജ്ജ്വലം എന്ന് വരണം, കൈച്ചെലവ് എന്ന് വരണം, കുടിശിക, ശിഖ അല്ലേ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അത് നോക്കിയാൽ മതി. തെറ്റായ ജോഡി കണ്ടെത്തുക. അത് എങ്ങനെയാണ്? തെറ്റ് ശരി എന്ന ക്രമത്തിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ.
അപ്പോൾ റൈറ്റ് സൈഡിലുള്ളത് ശരിയാണോ നോക്കിയാൽ മതി. പ്രസ്താവന, പ്രസംഗകൻ, ഗൂഢാലോചന, കാട്ടാളിത്യം അത് തെറ്റാണ് അല്ലേ? എന്തുകൊണ്ടാണ്? ശരിക്കും എങ്ങനെയാണ് വരുന്നത്? കാട്ടാളത്തമാണ്. ലത്തം എന്നതാണ് ശരിയായിട്ടുള്ള രൂപം. ഇത് തെറ്റാണ്. അപ്പോൾ ഇതിൽ അങ്ങനെ നമ്മൾ ടോട്ടൽ എത്രയായി ഇപ്പോൾ? ഇംഗ്ലീഷും മലയാളവും കൂടി കൂട്ടി 10 മാർക്കിനുള്ളതാണ്. 5 വീതമാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം 37, അങ്ങനെ നമ്മൾ 47, 50-നടുത്ത് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ബാക്കി ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ SCERT ക്ലാസ്സുകൾ കാണുക കേട്ടോ. മിഡീവൽ ഇന്ത്യ, അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ പഠിച്ച പാർട്ട് 1 ഒക്കെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അതൊക്കെ എല്ലാവരും കാണുക. താങ്ക് യു.